നമുക്ക് നമ്മുടെ മന്ത്രിയോട് തന്നെ ചോദിക്കാം. KSRTC ബസ്സുകളിൽ കൂടുതലും പഴഞ്ചനാണോ? ഞങ്ങൾ ചോദിച്ചപ്പോൾ ഗതാഗത മന്ത്രി പറയുന്നു, ശരിയാണ്, പഴഞ്ചനാണ്. സർവീസ് നടത്തുന്നതിൽ ഭൂരിഭാഗവും കാലാവധി പൂർത്തിയായ ബസ്സുകളാണ്. കാലപ്പഴക്കം വരുന്ന ബസ്സുകൾ ലോക്കൽ സർവീസിന് ഉപയോഗിക്കുകയാണ് പതിവ്. പുതിയ ബസ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വർത്തമാനവും മന്ത്രി റിപ്പോർട്ടറിനോട് പങ്കുവച്ചു. നമുക്കതൊന്ന് കേൾക്കാം. ലോക്കൽ ബസ്സുകളും പുതിയതാകും, ഹയർ ക്ലാസ് വണ്ടികളും പുതിയതാകും. രണ്ട് വശത്തുനിന്ന് മാറാൻ പോകാൻ. മറ്റേ ചെയ്യുന്നത് വെച്ചാൽ മേളിൽ മാത്രം വണ്ടി വാങ്ങിക്കും, താഴോട്ട് പിന്നെ വേറെ വയസ്സായവരെ താഴോട്ട് വിടും. ഒഴിവാക്കിയിട്ട് നല്ല സ്മാർട്ട് കുട്ടികളെ, നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ഗ്രാമപ്രദേശത്തും വരും. ടോപ്പ് ലെവലിൽ സൂപ്പർ ഫാസ്റ്റിന് മേളിലോട്ടുള്ള ക്ലാസ്സുകളും വരും. പുതിയ ഹൈ ക്ലാസ് വണ്ടികൾ വരുന്നുണ്ട്, ഒരുപാട് വണ്ടി, സ്ലീപ്പർ ബസ്സുകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളോടാനുള്ള ചെറിയ ബസ്സുകളും മനോഹരമായ നല്ല സംവിധാനം, എല്ലാ പാട്ടുമൊക്കെ വെച്ച് കേട്ട് പോകാൻ പറ്റുന്ന വണ്ടികൾ താഴോട്ട്. അപ്പോൾ ഈ വയസ്സ് കുറച്ചുള്ളവരെ നമ്മൾ മാറ്റും. ഘട്ടം ഘട്ടമായിട്ടേ മാറ്റാൻ പറ്റും. അതിനുള്ള പൈസ ഇല്ലല്ലോ. ഇപ്പോൾ പൈസ തന്നിരിക്കുന്നു. പുതിയ ബഡ്ജറ്റിൽ 107 കോടി രൂപ വെച്ചിട്ടുണ്ട്. അതുകൂടി ലഭിച്ചാൽ നമുക്കൊരു വർഷത്തിനുള്ളിൽ വലിയൊരു ഫ്ലീറ്റ് മോഡേണൈസേഷൻ നടക്കും. നമ്മളിങ്ങനെ ജനറേഷൻ മാറി ഇപ്പോൾ ജെൻ ബീറ്റ തുടങ്ങിക്കഴിഞ്ഞു 2025. പക്ഷേ നമ്മുടെ ആനവണ്ടി ഇപ്പോഴും ജെൻ എക്സിൽ കിടക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ബസ്സുകളുടെ അവസ്ഥയെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഓൺ ഈവനിംഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് നിന്ന് അഷിൻ ടിയാഗോയും പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. ഇക്ബാൽ അറക്കൽ, വെരി ഗുഡ് ഈവനിംഗ്. പാലക്കാട് ഡിപ്പോയിൽ നമ്മൾ എണ്ണി നോക്കുമ്പോൾ പ്രായമായ മുത്തശ്ശന്മാരായ എത്ര KSRTC ബസ്സുകളുണ്ട്? ഗുഡ് ഈവനിങ്. പാലക്കാട് ജില്ലയിൽ നിരവധി KSRTC സർവീസുകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും 4 ഡിപ്പോകളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതിൽ ഏറ്റവും വലിയ ഡിപ്പോ ആയിട്ടുള്ള പാലക്കാട് ഡിപ്പോയിലാണ് ഞാനുള്ളത്. മറ്റ് ഡിപ്പോൾ എന്ന് പറയുന്നത് മണ്ണാർക്കാട്, ചിറ്റൂർ, വടക്കഞ്ചേരിയാണ്. ഈ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പാലക്കാട് ഈ 4 ഡിപ്പോകളിൽ നിന്നുമായി സർവീസ് നടത്തുന്നത് 232 ബസ്സുകളാണ്. ഇതിൽ തന്നെ 43 ബസ്സുകളാണ് ഈ 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ളത്. സർവീസ് നടത്തുന്ന വാഹനങ്ങൾ, ഈ 43 വാഹനങ്ങളും ഇപ്പോഴും സർവീസ് നടത്തുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഡിപ്പോന്റെ ഗാരേജ് ഭാഗത്താണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ KL 157392 എന്ന് പറയുന്ന ബസ്സിന് ഏകദേശം 16 വർഷത്തിലധികം പഴക്കമുണ്ട്. ഈ വാഹനം തൃശ്ശൂരിലേക്ക് ദിവസവും യാത്രക്കാരുമായി പോകുന്ന വാഹനമാണ്. ഇത്തരത്തിലുള്ള കാലപ്പഴക്കം എന്നുള്ള ബസ്സുകളുമായാണ് KSRTC ഇപ്പോൾ യാത്രക്കാരുമായി സർവീസ് നടത്തുന്നത്. മാത്രമല്ല ഡിപ്പോകളിൽ മറ്റ് അനവധി ബസ്സുകളുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന KL 156303 എന്ന് പറയുന്ന ബസ്സിന് ഏകദേശം 17 വർഷവും 7 മാസവും കാലപ്പഴക്കമുള്ള വാഹനമാണ്. ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ 4 ഡിപ്പോകളിലായി 43 ബസ്സുകളാണ് ഉള്ളത്. കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പാലക്കാട് ഡിപ്പോയിൽ മാത്രം 15ലധികം കാലപ്പഴക്കം ചെന്നുള്ള, ഈ 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കം ചെന്നുള്ള ബസ്സുകളുണ്ട്. ചിറ്റൂർ ഡിപ്പോയിൽ 7 ബസ്സുകളാണ് ഇത്തരത്തിൽ 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ളത്. മണ്ണാർക്കാട് ഡിപ്പോയിൽ 12 എണ്ണവും, വടക്കഞ്ചേരി ഡിപ്പോയിൽ 9. അങ്ങനെ മൊത്തം 43 ബസ്സുകളാണ് പാലക്കാട് ജില്ലയിൽ ഈ 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള ബസ്സുകൾ. ഇതിൽ ഏറ്റവും ഇക്ബാൽ, അതുകൂടി അറിയണം. ലോക്കൽ ഓട്ടമാണല്ലോ പാലക്കാട്ട് കൂടുതലും ആളുകൾ ആശ്രയിക്കുന്നത് KSRTC ആണ്. അപ്പോൾ ഈ പഴഞ്ചൻ വണ്ടികളൊക്കെയാണോ ലോക്കൽ ഓടുന്നത്? ലോക്കൽ ഓട്ടമല്ല. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന KL 156303 എന്ന് പറയുന്ന വാഹനം സർവീസ് നടത്തുന്ന ഗുരുവായൂരിലേക്കാണ്. മറ്റൊരു ബസ് ഞാൻ കാണിച്ചു തന്നിരുന്നു. ആ ബസ് ഏകദേശം 16 വർഷം പഴക്കമുള്ള ബസ്സാണ്. ആ ബസ് സർവീസ് നടത്തുന്നത് തൃശ്ശൂരിലേക്കാണ്. ലോക്കൽ ഓട്ടം എന്ന് മാത്രം പറയാൻ കഴിയില്ല. കാരണം പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്കും തൃശ്ശൂരിലേക്കും നിത്യേന ആയിരക്കണക്കിന് യാത്രക്കാരാണ് നല്ല മിടുമിടുക്കന്മാരെ, നല്ല ചുള്ളന്മാരെ ഇറക്കുമെന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്.